എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ മസാല ദോശയുടെ ആ ഒരു മസാലയാണ് കേട്ടോ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. അത് ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ബീട്രൂട്ട്. നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ നോക്കിയെടുക്കുക. ഒരെണ്ണം മതി, മീഡിയം സൈസ് മതി. ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് പച്ചക്കറി മുങ്ങുന്ന അത്രയും മതി, ഒരുപാട് മേലേക്ക് കിടക്കണമെന്നില്ല കേട്ടോ വെള്ളം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഇതൊരു 3-4 വിസിൽ ഞാൻ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്കിതിനൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതിനൊന്ന് വറ്റിച്ചെടുക്കുക, വെള്ളം മാറ്റണ്ട. അഥവാ വെള്ളം കുറച്ചുള്ളെങ്കിൽ അത് മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒത്തിരി അങ്ങോട്ട് ഉടച്ച് സോഫ്റ്റാക്കി എടുക്കരുത്. ചെറിയ പീസ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നത് നല്ലതാണ്, സാധാരണ അങ്ങനെ ഉണ്ടാവുക. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്തതുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 എടുത്തിട്ടുള്ളൂ, നല്ല എരിവുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 സവാള, ചെറിയ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കടിക്കുന്ന പരുവം മാറിയതിന് ശേഷം ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ മധുരം ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് വേണം എരിവിടാൻ. ഇനി നമുക്കിതിനകത്തോട്ട് ബീട്രൂട്ട് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയും അതുപോലെ തന്നെ ആ ഒരു മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ലൂസിലാണ് ഇരിക്കുക, ഒരുപാടല്ല, എന്നാലും ഇത്തിരി ഒന്ന് ലൂസായിട്ട് വേണം ഇരിക്കാൻ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മല്ലിയിലയൊന്നും ഞാൻ ഇടുന്നില്ല, താല്പര്യമുള്ളവർക്ക് വേണേൽ ഇടാം. അതിന് നമുക്ക് ദോശയുടെ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ മസാല ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, ഒരുപാട് വലുപ്പത്തിൽ ഉണ്ടാക്കുന്നില്ല. ഇനി ഇത് ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിനെ നടുക്കായിട്ട് മസാല വെച്ച് കൊടുക്കാം. മസാലയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഞാൻ കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2 സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല ദോശയുടെ ആ ഒരു മസാലയും ദോശയും ഒക്കെ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് മസാല ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക്